അപ്പൊ കൊടുക്ക. 3, 2, 1. അറിയില്ല. കുഴപ്പമില്ല കേട്ടോ, നമുക്ക് വാഷ് ചെയ്യും ഇപ്പൊ. ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ചെറിയൊരു ഈവനിങ് വീഡിയോ ആയിട്ട് ഈവനിങ് വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് സൺഡേ ആണ്. സോ കുറച്ച് നേരത്തെ ഒക്കെ വന്നു. അപ്പം ഇന്ന് ആ മുഹൂർത്തം ആയിരിക്കുകയാണ് ഗൈസ്. എന്താ വെച്ചാൽ ഒരു ബട്ടർ ഫ്രൂട്ടിൻ്റെ വിത്ത് മുളപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി ശ്രീ കൊടുത്തതാണ്. അവളുടെ വയനാട്ടിലാണ് കേട്ടോ. ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ വലിയൊരു അവക്കാഡോൻ്റെ ട്രീ ഉണ്ട്. സോ അതിൽ ഫ്രൂട്ട് അവൾ തവണ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ആ ഒരു കുരു എടുത്തിട്ട് അത് മുളപ്പിച്ചു. അതെന്നിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല. ഏട്ടൻ തന്നെയാണ് ഇതൊക്കെ യൂട്യൂബും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്തത്. ഒരു ചെറിയ നമ്മളെ ഈ വാട്ടർ ബോട്ടിലുണ്ടല്ലോ, ഈ പെപ്സി, 7up അങ്ങനെയുള്ള ഒരുപാട് ബോട്ടിൽസിൻ്റെ ഒരു ബോട്ടിൽ എടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് ഈ വിത്ത് അതിനോട്ട് ഇറക്കി വെച്ചിട്ട് അങ്ങനെ എന്തൊക്കെയാണെന്ന് തോന്നുന്നു പരിപാടി. അതിനുശേഷം അതിൽ കുറേ നാളായി, ഇത് എനിക്ക് തോന്നുന്നു 4-5 മാസമായി ഇതിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഇതുവരെ നട്ടിട്ടില്ല, ഭയങ്കര മടിയാണ്. സോ ഇന്നിപ്പോൾ അതിനെന്തൊക്കെയോ വളവും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അത് കിട്ടുന്നത് വരെ നടൂല, അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് എല്ലുപൊടി, ചകിരിച്ചോറ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇന്ന് കിട്ടിയിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് നടാനുള്ള ഒരു പരിപാടി പ്ലാൻ ചെയ്തത് കേട്ടോ. അപ്പം മണ്ണില്ലാത്തത് കൊണ്ട് അപ്പുറത്തെ വീട്ടിൽ പോയി മണ്ണെടുത്തു. നല്ല മണ്ണാണെന്ന് തോന്നുന്നു, ഐ ഡോണ്ട് നോ. ഞാനാണ് എടുത്തത് ഫുള്ള് ചരളായിപ്പോയി. എന്നിട്ട് അച്ഛനും മോനും കൂടെ അത് ക്ലീൻ ആക്കുകയാണ്. അപ്പോൾ അതെ, കല്ല് ഫുള്ള് എന്താ പറയുക, അറഞ്ചം പുറഞ്ചെന്ന് അറിയില്ല, അതുപോലെ ഇരുന്നും കിടന്നും മലകൊക്കെ ഏട്ടനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനോർത്ത് മതി കളിക്കട്ടെ. അവന് ഈ അലർജിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അധികം മണ്ണിലൊന്നും അങ്ങനെ ആക്കാറില്ല. ഇതിപ്പോൾ അവൻ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുവാണ്. അപ്പോൾ അതെ, ഇതിലാണ് നടുന്നത്, ഈ ഒരു പാത്രത്തിലാണ് നടുന്നത്. ഇത് ആക്ച്വലി പണ്ട് കോഴിക്ക് വെള്ളമൊക്കെ കൊടുത്ത പാത്രമാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ കുറേ ഹോൾസൊക്കെ ഇട്ടിട്ടുണ്ട്, 4-5 ഹോൾസ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ എടുത്ത മണ്ണും കാര്യങ്ങളൊക്കെ ഇതിനകത്തിടും, അങ്ങനെയാണെന്ന് തോന്നുന്നു. എനിക്ക് അറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഈ ബട്ടർ ഫ്രൂട്ട് ആക്ച്വലി 3-4 മാസം ഇതുപോലെ കുപ്പിയിലിട്ട് ഇങ്ങനെ വെച്ചിട്ടിട്ടാ. ഈ ഒരു ബോട്ടിലാണെങ്കിൽ കല്ല് ഒരു 3-4 പ്രാവശ്യം എടുത്ത് എറിഞ്ഞു. ഒരു തവണ എറിഞ്ഞിട്ട് അതിൻ്റെ വിത്തും കാര്യങ്ങളൊക്കെ, ആ ഫ്രൂട്ടൊക്കെ പുറത്ത് വന്നതാണ്. ആ ഒരു കുരു ഉണ്ടല്ലോ, അതൊക്കെ പുറത്ത് വന്നതാണ്. അവസാനം അവൻ എടുക്കാത്ത സ്ഥലത്തായിട്ട് എടുത്ത് വെച്ചു. അപ്പം ഇന്ന് നമ്മൾ നടവാണ്, കണ്ടില്ല, അതിൻ്റെ താഴെയൊക്കെ അതിൻ്റെ വേരൊക്കെ ഇറങ്ങി വന്നിട്ട് നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല കേട്ടോ. അതിൻ്റെ 4 സൈഡിലും എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടൊക്കെ. അപ്പം നമ്മൾ എടുത്ത മണ്ണിലേക്ക് ചകിരിച്ചോറും പിന്നെ എല്ലുപൊടിയും പിന്നെ കുറച്ച് ചാണകം ഉണ്ടായിരുന്നു. അത് ആക്ച്വലി ചാണകം ഉണക്കിയിട്ടായിരുന്നു വേണ്ടത്. ഇത് ഫ്രഷ് പശു ഇട്ടപാടെ നമ്മളെടുത്ത ചാണകമാണെന്ന് തോന്നുന്നു, അമ്മ എവിടെ നിന്നോ കൊണ്ടുവന്നതാണ്. അപ്പോൾ അതെ, അത് 3 ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പം കല്ലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതെ, എനിക്കും ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ നോക്കി നിന്നു, അല്ലെങ്കിൽ ഞാനും ഹെൽപ്പ് ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ കല്ലുവിന് ഓരോ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്. അങ്ങനെ വെള്ളം അതിൽ നനയ്ക്കാൻ വെള്ളം കൊടുത്താണ്. പക്ഷെ ആ പകുതി വെള്ളം അവൻ്റെ ദേഹത്തോട്ട് തന്നെ മറിഞ്ഞു. അവനിങ്ങനെ ഒന്നും അറിയാണ്ട് പകച്ച് നിൽക്കുകയാണ്, എന്താ ഇപ്പോൾ സംഭവിച്ചതെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ. ഫുള്ള് നനഞ്ഞു. പിന്നെ അവന് വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ അവൻ നല്ല തണുത്ത വെള്ളമായിരുന്നു കേട്ടോ. ഫുള്ള് നനഞ്ഞ് കുളിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഇനി എന്താ ഞാൻ ചെയ്യേണ്ടതെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ്. അപ്പോൾ അതെ, ഏട്ടൻ അതൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ ആക്കി മിക്സാക്കി. ഇനി ഇതൊക്കെ കൂടിയിട്ട് ആ പാത്രത്തിലോട്ട് നിറയ്ക്കും. അതിൻ്റെ ഇടയിൽ പോയിട്ട് 3-4 ചേരിയില്ലേ, നമ്മളെ തേങ്ങ ഉരിച്ച് കഴിഞ്ഞതിൻ്റെ ബാക്കിയുള്ള ചേരി എന്ന് പറയും, നമ്മളിവിടെ ചകിരി എന്നും പറയും. അപ്പോൾ അത് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ സൈഡിലൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് മണ്ണ് നിറച്ചത്. അപ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് ആ ചേരി വെച്ചു. അതിന് ശേഷം ചകിരി, തേങ്ങ ഉരിച്ചതിൻ്റെ ബാക്കിയുള്ള സാധനം അത് വെച്ചു. അതിനുശേഷം ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മണ്ണ്, എനിക്ക് തോന്നുന്നു നല്ല വളമൊക്കെ ഇട്ടതുകൊണ്ട് അടിപൊളി മണ്ണായിരിക്കും. അതൊക്കെ ഇട്ടിട്ട് അത് ഫില്ല് ചെയ്തു. അതിന് ശേഷമാണ് നമ്മുടെ രാവണൻ്റെ വരവാണ്. ഇനി രാവണൻ്റെ വരവാണെന്ന് പറയില്ലേ, അതുപോലെ നമ്മുടെ അവോക്കാഡോൻ്റെ വരവാണ്. ആക്ച്വലി ഈ അവോക്കാഡോ പ്ലാന്റ് ചെയ്യാൻ തന്നെ കാരണം ഇവിടെ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് ചെയ്യല് ഇവിടെ എല്ലാവരും. എനിക്കാണെങ്കിൽ ഈ സാധനം ഇഷ്ടമേ അല്ല, അല്ലെങ്കിൽ നല്ലതൊന്നും എനിക്ക് പിടിക്കില്ല എന്ന്
എല്ലാവരും പറയാറുണ്ട്. എനിക്ക് ഇതൊരു ഫ്ലേവർലെസ് അല്ലേ, ഒരു ഫ്ലേവറും ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല, വലിയ ഇഷ്ടമൊന്നുമല്ല. ഞാൻ ഇത് ഷെയ്ക്ക് അടിച്ചാൽ പോലും ഞാനത് കഴിക്കാറില്ല. ഒരു തവണ കല്ലൂന് കൊടുത്തിട്ട് അവനാണെങ്കിൽ ഛർദ്ദിക്കുകയും ചെയ്തു. അതോടെ ഞാൻ ഈ പരിപാടി നിർത്തിയതാണ്. അപ്പോൾ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമല്ലോ, അതുകൊണ്ടാണ് ഇത് നടന്നത്. ഇത് 1-2 തവണ കല്ലു ഇത് ബോട്ടിലടക്കം പിടിച്ച് നിലത്തുന്തിയിട്ടതുകൊണ്ട് അതിൻ്റെ ആ ഒരു വിത്തിൻ്റെ 2 സൈഡിലുണ്ടല്ലോ, ഒരു സൈഡ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമ്മൾ നട്ടു കൊടുക്കുകയാണ്. ആ ഒരു ഗ്രീൻ ബോട്ടിൽ കണ്ടപ്പോൾ പിന്നെ കല്ലുവിൻ്റെ നോട്ടം മുഴുവൻ അങ്ങോട്ടായിട്ടോ. ഈ മരം നടുന്നതിലൊന്നും അല്ല അവൻ്റെ കോൺസെൻട്രേഷൻ ഉള്ളത്. എന്നാലും ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ അവൻ്റെ കൈ അവിടെ പിടിക്കി, എന്നിട്ട് അവനും കൂടെ നട്ടോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞാണ്. കല്ലുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് എന്തെങ്കിലും ഒരു മരം അവനെ കൊണ്ട് നടിപ്പിക്കണമെന്ന് ഞാൻ ശരിക്കും ആത്മാർത്ഥമായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, അവനന്ന് പനി വന്ന് വിറച്ചിട്ട് നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ക്യാൻസൽ ചെയ്യാണ് ചെയ്തത്. ഒന്നും ഉണ്ടായിരുന്നില്ല, അവൻ്റെ ഒരു സെലിബ്രേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ളൊരു ചെറിയൊരു സെറ്റപ്പ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പനിച്ച് വരച്ച ആ കുട്ടീൻ്റെ കോലവും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഒരേ വൊമിറ്റിംഗ് ആയിരുന്നു, ബോഡി ഫുൾ റെഡ് റാഷസൊക്കെ വന്നിട്ട് അതൊന്നും എനിക്ക് ഓർക്കാൻ വയ്യ. ഇപ്പോൾ ഏതായാലും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. അതെ, ആ മരം നമ്മൾ നട്ട് കഴിഞ്ഞ് അവിടെ വച്ചതിൻ്റെ നെക്സ്റ്റ് സെക്കൻഡ് തന്നെ അവൻ അതിൻ്റെ ഒരു ഇല നുള്ളിക്കളഞ്ഞു. അപ്പം തന്നെ ഏട്ടൻ്റെ ചങ്ക് തകരുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. കല്ലുവിനെ കൊണ്ട് നടിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു, അതേതായാലും നടന്നു. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഒക്കെ ആയിട്ട് ഇങ്ങനെ കുട്ടി കുട്ടി വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ട് കാണാം. സോ ടേക്ക് കെയർ ആൻഡ് ബൈ.